Hi dears, welcome to English classes at Radhika Rinesh. Here I am going to analyze each and every chapters of the book English Language Skills for Literatures. അപ്പോൾ എല്ലാ ചാപ്റ്ററിൻ്റെയും ഒരു രത്ന ചുരുക്കം, വളരെ ഡീറ്റെയിൽഡ് ആയ സമ്മറി അല്ല ഉദ്ദേശിക്കുന്നത്, ചെറിയ രീതിയിലുള്ളൊരു സമ്മറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. The first chapter is My Immigration Story, which is written by Tan Le. ടാൻലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിയറ്റ്നാം ഗേളിൻ്റെ ഒരു മൈഗ്രേഷൻ സ്റ്റോറിയാണ് ഇവിടെ പറയുന്നത്. അത് ടെഡ് ടോക്കിൽ അവർ ചെയ്ത ഒരു സ്പീച്ചാണ്. നിങ്ങൾ ആ സ്പീച്ച് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതർവൈസ് ദ ലിങ്ക് ഈസ് ദെയർ ആൻഡ് ദ QR കോഡ് ഈസ് ദെയർ വിത്തിൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് കാണാം. ഓക്കെ, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഷീ ഈസ് ടെല്ലിങ്. അപ്പോൾ അതിൽ പറയുന്നത് ഹെർ ചൈൽഡ്ഹുഡ് എസ്കേപ്പ്. Stanley fled Vietnam with her family at age, surviving a perilous boat journey. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഒരു ബോട്ടിൽ വിയറ്റ്നാമിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്കാണ് അവർ ആദ്യം പോകുന്നത്. ഒരു ചെറിയ ബോട്ടിലാണ് പോകുന്നത്. വാട്ട് വിൽ ബി ദ കൈൻഡ് ഓഫ് ജേണി അല്ലേ? എങ്ങനെയായിരിക്കും ആ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എന്തൊരു കടലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്കുക, അത്ര ടമൽറ്റസ് കടലാണ് അല്ലേ? ഭയങ്കര പ്രക്ഷുബ്ധമായിരിക്കും കടലൊക്കെ. അപ്പോൾ എന്ത് ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് അങ്ങനെ പോകാനായിട്ട്. Then refugee experience. They reached Australia and she spent time in Malaysian refugee camp before resettling in Australia. ഒരു മലേഷ്യൻ റെഫ്യൂജി ക്യാമ്പിലാണ് ആദ്യം പോയത്, പിന്നെ അതുപോലെ ഓസ്ട്രേലിയയിലേക്കും. അപ്പോൾ അവിടെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. നമുക്കറിയാം റെഫ്യൂജീസിനെ എങ്ങനെയാണ് ആളുകൾ കാണുന്നതെന്ന്. They are treated almost as beggars. കൾച്ചറൽ അഡാപ്റ്റേഷൻ, പിന്നെ അടുത്ത പ്രോബ്ലം അല്ലേ, എന്താണ് കൾച്ചറൽ അഡാപ്റ്റേഷൻ. അവരുടെ കൾച്ചറും വരുന്ന ആൾക്കാരുടെ കൾച്ചറും, റെഫ്യൂജീസിൻ്റെ കൾച്ചറും നേറ്റീവ്സിൻ്റെ കൾച്ചറും ഒരുപോലെ ആവില്ല. സോ എ ലോട്ട് ഓഫ് ഇഷ്യൂസ് വിൽ ബി ദെയർ. Lee faced challenges adapting to Australian culture, language and customs. Till then they didn't study English. അപ്പോൾ അവരുടെ ലാംഗ്വേജ് പഠിച്ചെടുക്കുക, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുക, അവരുടെ രീതികൾ പഠിച്ചെടുക്കുക. ഇറ്റ് വാസ് സോ ഡിഫിക്കൽട്ട് ഫോർ ദ റെഫ്യൂജി പീപ്പിൾ ഇൻക്ലൂഡിങ് അവർ ലേ. Family sacrifices. Her parents' hard work and sacrifices enabled Lay to access education and opportunities. അതുപോലെ നമുക്കറിയാം അവരുടെ ഫാമിലി ഒരുപാട് സാക്രിഫൈസ് ചെയ്തു. നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് അവരവരുടെ ഫുഡും കൂടെ മാറ്റി വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഇവർക്ക് ഉള്ള ഫുഡും അതുപോലെ തന്നെ നല്ല എഡ്യൂക്കേഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ദേ ഷുഡ് ഗെറ്റ് ഗുഡ് എഡ്യൂക്കേഷൻ, ദെൻ ഓൺലി ദേ ക്യാൻ സർവൈവ് ഇൻ ദ ഫോറിൻ കൺട്രി. അപ്പോൾ അതവർക്ക് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിരുന്നു. പിന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ യൂണിഫോമൊക്കെ ഫുൾ ലെങ്ത് ആയിരിക്കും. കാരണം എന്താണ്, 6 years അവർ ആ യൂണിഫോം ഇടണം. അപ്പോൾ വലുതാവുമ്പോഴും യൂണിഫോമിൽ ചെറുതാവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ആ രീതിയിലൊക്കെയാണ് അവർ കുട്ടികളെ വളർത്തിയത്. അവർക്ക് പറ്റാവുന്ന രീതിയിൽ അവർ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് എല്ലാ കംഫേർട്സും കൊടുത്തിട്ട് കുട്ടികളെ വളർത്തി ഇൻ ഓർഡർ ടു മേക്ക് ദം അഡാപ്റ്റ് ചെയ്യും അല്ലേ, ആ എന്താ കൾച്ചറിലേക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട്. ഓവർകമ്മിങ് സ്റ്റീരിയോടൈപ്സ്, broke free from cultural and societal expectations, forging her own path. അതായത് സാധാരണ ഒരു റെഫ്യൂജി ചൈൽഡ് ഏതുവരെ എത്താം എന്നുള്ളതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ അതെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഓൺട്രപ്രണറായി, ഒരു വെൽ നോൺ ഫേമസ് ആയിട്ടുള്ള ഒരാളായി മാറി നമ്മുടെ ലേ. അപ്പോൾ അതാണ് എല്ലാ കൺവെൻഷൻസും ബ്രേക്ക് ചെയ്തു. എഡ്യൂക്കേഷൻ കീ. ലേ എംഫസൈസസ് education's transformative power in her life and career. Maybe without education she hadn't become this kind of famous. അപ്പോൾ എഡ്യൂക്കേഷനാണ് അവളെല്ലാം മാറ്റി മറിച്ചത്. അവളുടെ കരിയർ സെറ്റാക്കി കൊടുത്തു അല്ലേ, അവരെ അഡാപ്റ്റീവ് ആക്കി ആ ഒരു നേറ്റീവ് അല്ലെങ്കിൽ ആ ഒരു ഫോറിൻ കൺട്രിയിലേക്ക്. അപ്പോൾ എല്ലാം എഡ്യൂക്കേഷനാണ് ചെയ്തത്. ദെൻ ഓൺട്രപ്രണറൽ സ്പിരിറ്റ്. ഓൺട്രപ്രണർ മീൻസ് സ്റ്റാർട്ടപ്പ് അല്ലേ, അങ്ങനെ പുതിയതായിട്ടുള്ള ഓരോ സംരംഭങ്ങൾ തുടങ്ങാനുള്ള ആ ഒരു സ്പിരിറ്റ്. ഷീ ഫൗണ്ടഡ് ഇമോട്ടീവ് സിസ്റ്റംസ്, എ പയനിയറിംഗ് ന്യൂറോ ടെക്നോളജി കമ്പനി. അപ്പോൾ ഇമോട്ടീവ് സിസ്റ്റത്തിൻ്റെ ഫൗണ്ടറാണ് ആര്, നമ്മുടെ ലേ. ഈ ഇമോട്ടീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പയനിയറിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ന്യൂറോ ടെക്നോളജി കമ്പനിയാണ്. റെസിലിയൻസ് ആൻഡ് പ്രിസർവൻസ്. Lay's story showcases her determination to overcome obstacles. ഇപ്പോൾ നമുക്കറിയാം ഒരുപാട് തടസ്സങ്ങൾ തരണം ചെയ്തിട്ടാണ് നമ്മുടെ ടാൻ ലേ ഈ നിലയിലെത്തിയത്.
അവർ ഒരുപാട് ജനിച്ച നാട്ടിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ട് അവിടുന്ന് ഒളിച്ചു പോകുന്നു. അത് എങ്ങനെയാണ് പോകുന്നത്? ഒരു ചെറിയ ബോട്ടിൽ കടൽ കടന്ന് അവർ റെഫ്യൂജി ക്യാമ്പിൽ പോയി, ഓസ്ട്രേലിയയിൽ പോയി, അവിടുന്ന് സാൻ ഫ്രാൻസിസ്കോയിൽ പോയി. എ ലോട്ട് ഓഫ് സ്ട്രഗിൾസ് ഹാഡ് ബീൻ അണ്ടർഗോൺ ഇൻ ദ ലൈഫ് ഓഫ് ദിസ് ലേഡി ടാൻലി. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ബ്രേക്ക് ചെയ്യാനുള്ള ഒരു വിൽ പവർ വാസ് ദെയർ ഇൻ ദ മൈൻഡ് ഓഫ് ടാൻലി. Then embracing diversity, Liz celebrates her multicultural background and advocates for inclusivity. അപ്പോൾ മൾട്ടികൾച്ചറൽ നമുക്കറിയാം, വിയറ്റ്നാം ബൈ ബർത്ത്, പിന്നെ ഓസ്ട്രേലിയൻ ബൈ എഡ്യൂക്കേഷൻ ആൻഡ് സാൻ ഫ്രാൻസിസ്കോ ബൈ ഹർ ജോബ്. അപ്പോൾ ഷി ഹാസ് മെറ്റ് വിത്ത് എ ലോട്ട് ഓഫ് കൾച്ചർ ആൻഡ് ഹി വാണ്ടഡ് ടു ബിക്കം എ പാർട്ട് ഓഫ് ഈച്ച് ആൻഡ് എവറി കൾച്ചർ ദാറ്റ് ഷി മെറ്റ് വിത്ത്. അല്ലാതെ എല്ലാറ്റിൽ നിന്നും വിട്ടു നിൽക്കുകയല്ല, ഇൻക്ലൂസിവിറ്റി, എല്ലാ കൾച്ചറിൻ്റെയും ഒരു ഭാഗമാവാനാണ് അവർ ശ്രമിച്ചത്. അത് തന്നെയാണ് അവരുടെ ജീവിതത്തിൻ്റെ ഒരു വിജയവും. ഇതുപോലെ എല്ലാ കൾച്ചറും നമുക്കറിയാം, അമേരിക്കൻസും അതുപോലെ തന്നെ വൈറ്റ്സ് ഒന്നും ദേ വോണ്ട് അഡാപ്റ്റ് ഓർ ദേ വോണ്ട് ആക്സെപ്റ്റ് ദി ഏഷ്യൻസ് ഇൻ ടു ദെയർ കൾച്ചർ. പക്ഷേ ഇൻക്ലൂസിവിറ്റി, എല്ലാവരെയും ഉൾപ്പെടുത്തിയാലാണ് ഒരു ആ കൾച്ചർ വളരെ റിച്ച് ആവുന്നത് ആൻഡ് പീപ്പിൾ വിൽ ബി ഡെവലപ്ഡ് എന്നൊക്കെയാണ് നമ്മുടെ ടാൻലി പറയുന്നത്. Empowerment through storytelling. Sharing her immigration story inspires others to embrace their own experiences. So അവർക്ക് നല്ലൊരു രീതിയിലാണ് ആ സ്പീച്ച് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ മനസ്സിലാവും. അവിടെ ഉള്ള ആളുകളെ മുഴുവൻ അവർ കരയിപ്പിച്ചു അവരുടെ സ്റ്റോറി പറഞ്ഞിട്ട്. അറ്റ് ദ ടൈം ഓഫ് ഡിസ്ക്രൈബിങ് ഹർ ഗ്രാൻഡ് മാസ് ഡെത്ത്, ദറ്റ് ഇസ് ഓൾമോസ്റ്റ് ഓൾ പീപ്പിൾ വെയർ ക്രൈങ് അല്ലേ. അപ്പോൾ അവർ അത്രയും ബുദ്ധിമുട്ടിയ ഒരു സ്ത്രീയായിരുന്നു അവരുടെ ഗ്രാൻഡ് മാ അല്ലേ. ഒരു വിയറ്റ്നാമിൽ ഒരുപാട് കാലം ജീവിച്ചു, ഓസ്ട്രേലിയയിൽ ജീവിച്ചു, ആൻഡ് സഫേർഡ് എ ലോട്ട്. ഓക്കെ, ഇവർക്ക് ടാൻലിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് അവർ വിയറ്റ്നാമിൽ നിന്ന് പോരുന്നത്. അപ്പോൾ ടാൻലി വാസ് നോട്ട് അറ്റ് ഓൾ അവെയർ ഓഫ് ഓൾ ദ ഹാർഡ്ഷിപ്സ് ദാറ്റ് ദേ എസ്പെഷ്യലി ദെയർ ഫാമിലി മെറ്റ് ഇൻ വിയറ്റ്നാം. പക്ഷേ ഓസ്ട്രേലിയയിലെ ഇമിഗ്രൻറ്റ് ഫാമിലീസിലെ കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് അറിയുള്ളൂ. പക്ഷേ ഗ്രാൻഡ് മദർ വാസ് നോട്ട് ലൈക്ക് ദാറ്റ് അല്ലേ. പിന്നെ അവർ ഗ്രാൻഡ് ഫാദർ മരിച്ചിട്ടും നമ്മുടെ ടാൻലിയുടെ അമ്മയെ നല്ല രീതിയിൽ നോക്കിയ കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷി വാസ് എ വെരി സ്ട്രോങ് ലേഡി. അപ്പോൾ അവർ മിസ് ചെയ്തപ്പോൾ അവർ മരിക്കുന്ന ആ രംഗമൊക്കെ പറയുന്നുണ്ട്. ഷി വാസ് ഹാവിങ് എ ഷവർ ദ ടൈം ഓഫ് ഹർ ഡെത്ത്. അപ്പോൾ അവിടെ ഷവറിൻ്റെ അപ്പുറത്ത് അവർ വന്ന് നിന്ന് ഗുഡ് ബൈ പറയുന്ന പോലെയൊക്കെ തോന്നി, ബിക്കോസ് ഓഫ് ദെയർ മെൻ്റൽ അറ്റാച്ച്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തോന്നുന്നത്. ഓക്കെ, അത് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മയുടെ ഫോൺ വന്നു, ഗ്രാൻഡ് മദർ ഈസ് നോ മോർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോൺ വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ അത് ഒരു സ്റ്റോറി ടെല്ലിങ് ടെക്നോളജി അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക നറേറ്റീവ് സ്റ്റൈലിലൂടെയാണ് അവരവരുടെ കഥ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇറ്റ് വാസ് സോ ഇഫക്റ്റീവ്. നിങ്ങൾ ആ സ്പീച്ച് കേട്ടിട്ടില്ലെങ്കിൽ എന്തായാലും കേൾക്കുക. റെസിപ്പീസ് ഫോർ ലൈഫ് is a work by Amish Tripathi. Here he is telling about some of the recipes made by her mom when they were children. അപ്പോൾ അമിഷ് ത്രിപാഠി എന്ന് പറയുന്നത് ഈസ് എ റിനൗണ്ട് ഇന്ത്യൻ ഓഥർ നോൺ ഫോർ ഹിസ് mythological and historical fiction novels such as the Shiva trilogy, The Immortals of Meluha, The Secret of Nagas, The Oath of the Vayuputras. ഈ 3 കൂടിയിട്ടാണ് നമ്മൾ ശിവ ട്രിലോജി എന്ന് പറയുന്നത്. ട്രിലോജി പറഞ്ഞ 3. ദ രാംചന്ദ്ര സീരീസ്, രാം സെക്കോൺ ഇക്ഷാവാക്കു ആൻഡ് സീത വാരിയർ ഓഫ് മിഥില. അപ്പോൾ ഈ രീതിയിലുള്ള മിത്തോളജി റീടെല്ലിങ്ങിലാണ് നമ്മുടെ അമിഷ് ത്രിപാഠി ഈസ് വെരി ഫേമസ്. പക്ഷെ ഇവിടെ അവർ അതൊന്നുമല്ല പറയുന്നത്. Entirely different ആയിട്ടുള്ള some of his memories, maybe they are taken from some of his memoirs. ഓർമ്മക്കുറിപ്പുകൾ പോലെയാണ്, ചൈൽഡ്ഹുഡ് മെമ്മറീസ് ആണ് ആക്ച്വലി. അപ്പോൾ അമ്മ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള കുറേ റെസിപ്പികൾ ഇപ്പോഴും അവരുടെ നാവിലുണ്ട് അല്ലേ. അവർ 4 ചിൽഡ്രൻ ആണ്, ഇൻക്ലൂഡിങ് അമിഷ് ത്രിപാഠി. അപ്പോൾ എന്തൊക്കെയാണ് ഫുഡ് ഐറ്റംസ്? വളരെ സിമ്പിളാണ്. നമ്മളൊക്കെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. വളരെ സിമ്പിളായിരിക്കും, പക്ഷെ ഇപ്പോഴും നമുക്ക് ആ ഒരു ഫുഡിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ നാവിൻ തുമ്പിലുണ്ട്. മാത്രമല്ല ഇതൊരു സത്യമാണ്, എല്ലാവരുടെയും ടേസ്റ്റ് മേക്കർ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ അമ്മയുടെ ഫുഡാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാവുക. അപ്പോൾ ഹിസ് മദർ ഈസ് ഉഷ ത്രിപാഠി. ഇപ്പോൾ അമ്മയുടെ റെസിപ്പികളാണ്.
Growing up in a middle-class family, Amish Tripathi learned the value of simplicity from his mother, who magically transformed the limited resources into mouth-watering meals. അമ്മ ചെറുപ്പകാലം മുതൽ എങ്ങനെയാണ് ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത്. അച്ഛൻ അത്ര വലിയ വർക്കറും അല്ലെങ്കിൽ വലിയ ജോലി ഉള്ള ആളൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ their income was limited. His father was working in L&T. L&T എന്ന് പറഞ്ഞു വെച്ചാൽ ലാർസൻ ആൻഡ് ടർബോ ലിമിറ്റഡ്, ആൻ ഇന്ത്യൻ മൾട്ടിനാഷണൽ കമ്പനി. അപ്പോൾ അവിടെ അത്ര നല്ല പോസ്റ്റ് ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ their income was very little. അതുപോലെ അമ്മ, അച്ഛൻ, പിന്നെ അതുപോലെ തന്നെ 4 മക്കളുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് അവർക്ക് കിട്ടുന്ന ചില ഫുഡ് ഐറ്റംസ് അല്ലേ, വളരെ ചീപ്പായിട്ടുള്ള സാധനങ്ങളും കൊണ്ട് വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്ന ആളായിരുന്നു, മൗത്ത് വാട്ടറിങ് മീൽസ് ഉണ്ടാക്കുന്ന ആളായിരുന്നു ഹിസ് മദർ, ദാറ്റ് ഈസ് ഉഷ ത്രിപാഠി. മാത്രമല്ല such items were so delicious as well as so nutritious. Then he is telling about the Sunday meals. Sundays were special with luxurious dishes like paneer and kaddu ki subsi added to our family lunch. അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അവർ സൺഡേ എന്ന് പറഞ്ഞു വെച്ചാൽ കുറച്ച് ലക്ഷൂറിയസ് ഒക്കെ ആവാം. അപ്പോൾ പനീറും കഡു കി സുപ്സി എന്ന് പറഞ്ഞു വെച്ചാൽ ലാസ്റ്റ് അതിൻ്റെ റെസിപ്പി ഉണ്ട്. പംകിനും ഉണ്ട്, മത്തങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം പുളി ഒഴിച്ചിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ അതൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് അവർ ഉണ്ടാക്കുമായിരുന്നു. അത് വളരെ ലക്ഷൂറിയസ് ആയിട്ടാണ് ഈ കുട്ടികൾ കഴിച്ചിരുന്നത്. കാരണം അവർ ലൈക്ഡ് ദ ഫുഡ് മെയ്ഡ് ബൈ ദയർ മോം വെരി മച്ച്. കഡു കി സുപ്സി, ദഹി, പപ്പഡ്, റൈസ്, കിച്ഡി ഇതൊക്കെയാണ് ഞായറാഴ്ചകൾ ഉണ്ടായിരുന്നത്. ദ ബുക്നു മസാല വാസ് മാസ് ഫേവറേറ്റ് ട്രാവൽ സ്റ്റേപ്പിൾ. ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്, ബുക്നു മസാല വാസ് മാസ് ഫേവറേറ്റ് ട്രാവൽ സ്റ്റേപ്പിൾ. അപ്പോൾ ട്രാവൽ സ്റ്റേപ്പിൾ, അതായത് ട്രാവൽ ചെയ്യുമ്പോൾ കൂടെ കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ ഡിഷ് എന്ന് പറഞ്ഞത് ബുക്നു മസാലയാണ്. പിന്നെ അവരുടെ ഒരു ഗോൾഡൻ റൂൾ ഉണ്ട്, അതൊരു ക്വസ്റ്റ്യൻ ആണ്. The children have to eat whatever is cooked for the family. Then only they can face the ups and downs in life. അല്ലേ? ഫാമിലിക്ക് വേണ്ടി ഉണ്ടാക്കിയത് എന്തും കുട്ടികൾ കഴിച്ചിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് ഭാവിയിൽ കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ പറ്റില്ല. അല്ലേ? ഭാവിയിൽ ഉണ്ടാവുന്ന ഉയർച്ച താഴ്ചകൾ ഫേസ് ചെയ്യാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് they should eat each and everything that is cooked for the family. ഇപ്പം അല്ലാതെ കുട്ടികൾക്ക് സ്പെഷ്യൽ ആക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ they will expect, അല്ലേ, അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും അവർക്ക് തോന്നും. അതുപോലെ തന്നെ എപ്പോഴും നമ്മൾ സോ സ്പെഷ്യൽ ആണെന്ന് അവർക്ക് തോന്നും. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ചെറിയ ഒരു സെറ്റ് ബാക്ക് ഉണ്ടായാൽ തന്നെ അവർക്ക് ഭയങ്കര വിഷമാവും. ഫെസ്റ്റീവ് മീൽസ് ആർ സ്പെഷ്യൽ, ഷീ കുക്ക്ഡ് ഇൻ പ്യുവർ ഘീ. പിന്നെ ഫെസ്റ്റീവ് അല്ലേ, സെലിബ്രേഷൻസോ അല്ലെങ്കിൽ വല്ല ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ആ സമയത്തുള്ള ഫുഡ് അവർ ഘീയിലാണ്, പ്യുവർ ഘീയിലാണ് അല്ലേ, നെയ്യിലാണ് ഉണ്ടാക്കിയിരുന്നത്. സോ that kind of food is very delicious. സ്വീറ്റ് ആയിട്ട് ഇവരുണ്ടാക്കുന്നത് മാസ് ബേസൻ ലഡൂസ് ആൻഡ് ഹാൻഡ് ചേൺഡ് ഷിർക്കന്ത്. ഇതൊക്കെ നോർത്ത് ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് ആണ്. ഇതൊക്കെയാണ് സ്വീറ്റ് ആയിട്ട് ഫെസ്റ്റീവ് ഒക്കേഷൻസിൽ വിളമ്പിയിരുന്നത്. ഷീ റെഡ് ദ ചാണക്യനീതി. ചാണക്യനീതിയിൽ നിന്നാണ് അവർക്ക് ഇങ്ങനത്തെ ഐഡിയകൾ കിട്ടിയത്. അതായത് ഏത് കുക്കിംഗ് ഐഡിയ അല്ല, മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ള രീതി. അതിൽ പറയുന്നുണ്ട് എന്താന്ന് വെച്ചാൽ പാരൻസ് ഷുഡ് എൻവലപ്പ് ദെയർ കിഡ്സ് ഇൻ ലവ് ടിൽ ദേ ആർ അറൌണ്ട് 5 years old. ഒരു 5 വയസ്സ് വരെ കുട്ടികളെ സ്നേഹം കൊണ്ട് പൊതിയണം പാരൻസ്. സോ ദാറ്റ് ദേ ആർ സ്റ്റേബിൾ ആൻഡ് സെക്യൂർ. ബി ടഫ് വിത്ത് ദം ബിറ്റ്വീൻ ദി ഏജസ് ഓഫ് 5 and 16. ഇനി 5 മുതൽ 16 വരെയുള്ള പ്രായത്ത് അവരോട് ടഫ് ആവണം. കാരണം ആ സമയത്താണ് അവരുടെ സ്വഭാവം ഒരുപാട് മാറുന്നത്. അപ്പോൾ അവരെ കൊഞ്ചിച്ച് കഴിഞ്ഞാൽ വല്ലാതെ വഷളായി പോകും. പിന്നെ അവർ പറഞ്ഞാൽ കേൾക്കാതെ ഇരിക്കും. അപ്പോൾ ആ സമയത്ത് അവർ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തണം. പിന്നെ അത് കഴിഞ്ഞിട്ടോ, ആൻഡ് ഫ്രം ദി ഏജ് ഓഫ് 17 പാരൻസ് ഷുഡ് ബിക്കം ദെയർ ഫ്രണ്ട്സ്. അല്ലേ? 16 വയസ്സ് കഴിഞ്ഞാൽ പാരൻസ് അവരെ ഫ്രണ്ട്സിനെ പോലെ കാണണം. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള മക്കളെ വളർത്തുന്ന രീതി അത് ചാണക്യനീതിയിൽ പറയുന്നതാണ്. ഇങ്ങനെ വേണം മക്കളെ വളർത്താൻ. ഇതുപോലെയാണ് അവരെ വളർത്തിയിരുന്നത്. അത് അമിഷ് ത്രിപാഠിനെയും അവരുടെ സിബ്ലിങ്സിനെയും വളർത്തിയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പക്ഷെ അത് നല്ലതായിട്ടാണ് തോന്നുന്നത്. ഇപ്പോഴും അവരെ അമ്മയെ പറ്റി ആലോചിക്കുന്നുണ്ടെങ്കിൽ ഹൗ ഗ്രേറ്റ് ഷീ വാസ്. ഇന്ത്യനൈസ്ഡ് വേർഷൻ ഓഫ് ദ ബേക്ക്ഡ് aubergines became a family favorite.
അവർ ഈ ബേക്ക്ഡ് ഓർബജൈൻസ് പറഞ്ഞിട്ടുള്ള ഒരു ഡിഷ് ഉണ്ട്. അതൊരു എന്താണ് ഫോറിൻ ഡിഷാണ്. അപ്പോൾ അതിൻ്റെ അത് ആക്ച്വലി ഒരു എഗ് പ്ലാന്റ് ഒരു ബ്രിഞ്ചൽസ് കൊണ്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് അവർ എന്ത് ചെയ്തു, ഇന്ത്യൻ രീതിയിൽ കുക്ക് ചെയ്തു, നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന രീതിയിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട്. പക്ഷെ അത് എല്ലാവർക്കും വളരെ ഇഷ്ടമായി. അത് ഇറ്റ് ഹാസ് ബിക്കം എ ഫാമിലി ഫേവറേറ്റ് അല്ലേ. ഹോൾ ഫാമിലി അപ്രീഷിയേറ്റഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഫുഡ് ഓർ ദാറ്റ് പർട്ടിക്കുലർ ഓബർജൈൻസ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടമായി. She made kaduki subsi with puri, and the baked aubergines for his nephew came from the UK was so delicious. പിന്നെ റീസെൻ്റ്ലി എന്താണ് UK നിന്ന് വന്ന ഒരു നെഫ്യൂവിന് വേണ്ടിയിട്ട് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷേ പറയുന്നുണ്ട് ബ്ലിങ്ക് ഓഫ് ആൻ ഐ എവറിത്തിങ് വാനിഷ്ഡ് ഫ്രം ദ ഡൈനിങ് ടേബിൾ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. ഒരു കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും എല്ലാം തീർന്നു. കാരണം അത്രയും ഡെലിഷ്യസ് ആണ്, അത്രയും നല്ലൊരു കുക്കാണ് മാ. പിന്നെ ഇതിൽ ലാസ്റ്റിൽ ഒരു കഡൂക്കി സുബ്സി, അതുപോലെ തന്നെ പനിയൂച്ച, ഈ രണ്ടെണ്ണം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി പറയുന്നുണ്ട്. അത് വായിച്ചു നോക്കാം. അപ്പോൾ ഇതിൽ പറയുന്നത് വേറെ ഒന്നുമില്ല, അമ്മയോടുള്ള സ്നേഹം, അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം അല്ലേ. ഇതെല്ലാവരുടെയും മനസ്സിലുണ്ടാവും, ഇവരുടെ മാത്രമല്ല. പക്ഷേ ആസ് ഈസ് എ റൈറ്റർ ഹി ഈസ് പോയിന്റിങ് ഇറ്റ് ഔട്ട്. ഓക്കെ, ടെക്സ്റ്റ് വായിക്കാം കേട്ടോ. നെക്സ്റ്റ് ഈസ് എ പോം, that is Introduction to Poetry by Billy Collins. Actually, it is taken from the collection The Apple That Astonished Paris. It's a metaphorical poem that explores various approaches to delve into the deeper layers of poetry. ഒരു പോയട്രീനെ എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ് ആക്ച്വലി ഈ പോയത്തിലൂടെ നമ്മുടെ ബില്ലി കോളിൻസ് എന്ന പോയറ്റ് പറയുന്നത്. Embracing the sensory experience, Collins encourages readers to immerse themselves in the sensory aspects of poetry, such as sound, image, and emotion, rather than just analyzing it intellectually. അപ്പോൾ ആദ്യം തന്നെ എന്താണ് പോയത്തിൻ്റെ സെൻസറി ആസ്പെക്ട്സ്, അതായത് സെൻസ് കൊണ്ട് കേൾക്കാൻ പറ്റുന്നതാണ് അല്ലേ. പോംസ് ആർ ടു ബി റിസൈറ്റഡ്, ചൊല്ലി കേൾക്കേണ്ടതാണ്, പാടി കേൾക്കേണ്ടതാണ് പോംസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് സെൻസറി ഇമേജസ് ഓർ ഓഡിറ്ററി ഇമേജസ് ആർ ഓൾസോ ദെയർ, ദെൻ ഓഡിറ്ററി എക്സ്പീരിയൻസ് വിൽ ബി ദെയർ. പിന്നെ അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും, അതായത് സ്മെല്ല് ചെയ്യാൻ പറ്റും തോന്നും നമുക്കത് അല്ലേ, വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഇമേജസ് ഒക്കെ കാണുമ്പോൾ. അങ്ങനെ അതിൻ്റെ ബ്യൂട്ടി ആദ്യം തന്നെ എൻജോയ് ചെയ്യുക, അല്ലാതെ ആദ്യം തന്നെ ക്രിട്ടിസൈസ് ചെയ്യല്ല, ഇൻ്റലക്ച്വലി അല്ല ഒരു പോയത്തെ ആദ്യം തന്നെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നാണ് നമ്മുടെ ബില്ലി കോളിൻസ് പറയുന്നത്. അവോയ്ഡിങ് ഓവർ അനാലിസിസ്, ഒരുപാട് അനലൈസ് ചെയ്ത പോം പിന്നെ ഒന്നിനും പറ്റില്ല, എല്ലാറ്റിനും കുറ്റം കണ്ടുപിടിക്കാൻ തുടങ്ങാം. The poem warns against over-analyzing poetry, which can lead to misunderstanding and strip of its beauty. അപ്പോൾ അതിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടും. ഒരുപാട് കീറി മുറിച്ച് കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ടുള്ള ശരീരമാണെന്നുണ്ടെങ്കിലും ഒരു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് പോം എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ ബില്ലി കോളിൻസ്. ഇൻവിറ്റേഷൻ ടു എക്സ്പ്ലോറേഷൻ. Collins invites readers to walk inside the poem's room and explore its depths, suggesting a more intimate and personal connection with poetry. അപ്പം റീഡേഴ്സിനോട് പോയത്തിൻ്റെ ഉള്ളിലേക്ക് വരൂ, അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങൂ അല്ലേ. പിന്നെയോ അതിനോടൊന്നായി മോർ ഇൻറ്റിമേറ്റ് ആൻഡ് പേഴ്സണൽ കണക്ഷൻ വിത്ത് പോയട്രി അല്ലേ, ഒരു വ്യക്തിബന്ധം സ്ഥാപിക്കൂ പോയത്തിനോട്, എന്നാലാണ് ആ പോം കൂടുതൽ മനസ്സിലാവുക. അതായത് വെറുതെ പോം വായിക്കല്ല, അതിൻ്റെ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ ബ്യൂട്ടി മാക്സിമം എൻജോയ് ചെയ്യൂ എന്നാണ് ബില്ലി കോളിൻസ് പറയുന്നത്. ദി ഇമ്പോർട്ടൻസ് ഓഫ് ഇമേജറി. The poem highlights the significance of imagery in poetry, using phrases like the sound of its voice and the photograph on the wall to illustrate its power. അപ്പം നമുക്കറിയാം ഒരുപാട് ഇമേജസ് ഒക്കെ ഉണ്ടാവും പോയത്തിൽ. ഇമേജ് എന്ന് പറഞ്ഞു വെച്ചാൽ ചില വാക്കുകൾ കേൾക്കുമ്പോൾ ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരും, അതിനെയാണ് നമ്മൾ ഇമേജ് എന്ന് പറയുന്നത്. ദ സൗണ്ട് ഓഫ് ഇറ്റ്സ് വോയിസ്, ഓക്കെ, ദ ഫോട്ടോഗ്രാഫ് ഓൺ ദ വാൾ, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പം അതാണ് ഇല്ലുസ്ട്രേറ്റ് ഇറ്റ്സ് പവർ, പോയത്തിൻ്റെ പവറാണ് ഇവിടെ പറയുന്നത്. ബാലൻസിങ് അനാലിസിസ് ആൻഡ് അപ്രീസിയേഷൻ.
അനാലിസിസും അപ്രീസിയേഷൻ. അനാലിസിസ് എന്ന് പറഞ്ഞാൽ വിശകലനം ചെയ്യുക, അതിൻ്റെ കുറവുകളും തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ അനാലിസിസ് എന്ന് പറയും. അപ്രീസിയേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ അതിനെ ആസ്വാദനം, എങ്ങനെ ആ പോം നമ്മൾ ആസ്വദിക്കുന്നു എന്ന് എഴുതുന്നതാണ് അപ്രീസിയേഷൻ. അപ്പം ഇത് രണ്ടും ഈക്വൽ ആവണം. അനാലിസിസ് കൂടുതലായി കഴിഞ്ഞാൽ പോം വികൃതമാവും. അപ്രീസിയേഷൻ കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വിമർശനാത്മക ബുദ്ധിയോടുകൂടെയുള്ള നമ്മുടെ അപ്രോച്ച് ഉണ്ടാവില്ല, അല്ലെ? ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് വേണം എന്തായാലും. പോമോ അല്ലെങ്കിൽ എന്താണ് ഷോർട്ട് സ്റ്റോറിയോ എന്തും നമ്മൾ അപഗ്രഥിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തും നമ്മൾ റീഡ് ചെയ്യുമ്പോൾ എ കൈൻഡ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ഷുഡ് ബി ദയർ. അത് വേണം, പക്ഷേ അപ്രീസിയേഷൻ പവർ ഷുഡ് ഓൾസോ ബി ദയർ. Collins advocates for a balance between analyzing poetry and simply appreciating its beauty, encouraging readers to find meaning without overthinking. അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ഒരുപാട് ചിന്തിക്കാതെ അതിൻ്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാവും. എൻകറേജിങ് ഇൻറ്റിമസി വിത്ത് പോയട്രി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പോയട്രിയിലേക്ക് ഇറങ്ങിച്ചെല്ല, ഇൻറ്റിമേറ്റ് ആവുക, കൂടുതൽ അറ്റാച്ച്ഡ് ആവുക, അല്ലെങ്കിൽ കൂടുതൽ താതാത്മ്യം പ്രാപിക്കുക എന്നൊക്കെ പറയും. The poem aims to create a sense of intimacy between the reader and the poem, inviting readers to engage with poetry into a deeper, more personal level. ഒരു പേഴ്സണൽ ലെവലിലേക്ക്, അല്ലെ, വ്യക്തിബന്ധം സ്ഥാപിക്കുക പോമായിട്ട്. എന്നാലാണ് പോം നമുക്ക് കൂടുതൽ മനസ്സിലാവുക, നമുക്ക് കൂടുതൽ പോത്തെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുക, ആസ്വദിക്കാൻ പറ്റുക എന്നൊക്കെയാണ് ബില്ലി കോളിൻസ് പറയുന്നത്. സോ ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക, പോം വായിച്ചു നോക്കുക. നെക്സ്റ്റ് ഈസ് ദ സെക്കൻഡ് മൊഡ്യൂൾ. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇൻസൈറ്റ്സ് ടു ലൈഫ്, അല്ലേ? ഇനി ലൈഫിൻ്റെ കുറേ ഉൾക്കാഴ്ചകൾ, അല്ലേ? ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ സോ ഈസി ടു ലിവ് ഓൺ ദിസ് യാർത്ത്. അപ്പോൾ അതിൻ്റെ കുറേ ഉൾക്കാഴ്ചകൾ അടങ്ങുന്ന കുറേ ചാപ്റ്റേഴ്സാണ് നമ്മുടെ നെക്സ്റ്റ് മൊഡ്യൂളിലുള്ളത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു വെച്ചാൽ PC മുസ്തഫ അറ്റ് ഹാർവേഡ് കെനഡി സ്കൂൾ ഇന്ത്യ കോൺഫറൻസ് 2018. സോ do you know who is PC Mustafa? Yeah, he is an entrepreneur and he has started the ID Fresh Food, അല്ലേ? അപ്പം നിങ്ങൾ ആ വീഡിയോ കാണാം. മുസ്തഫയുടെ ഒരു സ്പീച്ച് ഉണ്ട് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ. ആ ലിങ്ക് ഈസ് ദയർ ആൻഡ് ഐ തിങ്ക് QR കോഡ് വിൽ ബി ദയർ അലോങ് വിത്ത് യുവർ ടെക്സ്റ്റ്. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇറ്റ്സ് ദയർ. സോ നിങ്ങളത് കാണുമ്പോൾ അതിൽ കുറച്ച് അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. ഹൗ ടു മേക്ക് വട വിത്ത് എ ഹോൾ എന്നൊക്കെ പറഞ്ഞ് വളരെ രസകരമായിട്ടാണ് നമ്മുടെ PC മുസ്തഫ പറയുന്നത്. അപ്പം ആ വീഡിയോ എന്തായാലും കാണാം. Then PC Mustafa, humble beginning. PC Mustafa shared his journey from a small village in Kerala. Actually, he was born in Wayanad. അപ്പോൾ അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒക്കെ പറയുമ്പോൾ അവർ വല്ലാതെ പേഴ്സണലൈസ്ഡ് ആയിട്ടാണ് പറയുന്നത്. അങ്ങനെ മുസ്തഫ ഈസ് ടെല്ലിംഗ് ദാറ്റ് ഡ്യൂറിങ് ഹിസ് ചൈൽഡ്ഹുഡ് ബ്രേക്ക്ഫാസ്റ്റ് വാസ് ഓൺലി എ ഡ്രീം ഫോർ ഹിം, അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതെയാണ് സ്കൂളിൽ പോയിരുന്നത്. കാരണം ഹിസ് ഫാദർ വാസ് എ ഡെയിലി വേജർ. അപ്പോൾ അധികം പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെ അവർ കഷ്ടപ്പെട്ട് ജീവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് തുടക്കത്തിൽ പറയുന്നത്. ദെൻ പാഷൻ ഡ്രിവൺ ഓൺടർപ്രണർഷിപ്പ്. He emphasizes the importance of passion in business. Passion and business are very much interconnected. നമുക്ക് പാഷൻ വേണം എന്തായാലും, എന്തിനോടായാലും നമ്മുടെ അഭിരുചിക്കനുസരിച്ചുള്ള ബിസിനസ് ചെയ്യണം. അതർവൈസ് വി കനോട്ട് ഫൈൻഡ് ഇറ്റ് വെരി പ്രോഫിറ്റബിൾ. കാരണം നമുക്ക് താല്പര്യമില്ലെങ്കിൽ വേറെ ആർക്ക് താല്പര്യം ഉണ്ടാവാനാ. ഫൗണ്ടിങ് ID ഫ്രഷ് ഫുഡ്, അതെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് പറയുന്നുണ്ട്. ദ വേൾഡ്സ് ബെസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഡ്ഡലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഇഡ്ഡലി മാവും ദോശ മാവൊക്കെ ഉണ്ടാക്കുന്നത് കാരണം വി നോ ദാറ്റ് സൗത്ത് ഇന്ത്യൻസ് ആർ വെരി മച്ച് ഇൻട്രസ്റ്റഡ് ഇൻ ഇഡ്ഡലി ആൻഡ് ദോശ. അവരെവിടെ പോയാലും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ദോശയും വേണം. അതിനുള്ള ബാറ്റർ എന്ന് പറയാം, മാവ്, അത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കലാണ് ID ഫ്രഷ് ഫുഡ്. പിന്നെ അതുപോലെ തന്നെ ഇഡ്ഡലിയും കൊടുക്കുന്നുണ്ട്, അങ്ങനെ അവർക്ക് പറ്റാവുന്ന അത്ര ഡിസ്റ്റൻസിലേക്ക്. Mustafa discussed starting his company with a focus on quality. Quality is very important as far as he is concerned. കാരണം അവരൊരു നിങ്ങൾ ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, കൂളർ വെക്കുകയാണ് ചെയ്യുന്നത്. ഓരോ അപ്പാർട്ട്മെൻറ്റിലും കൂളർ വെച്ചിട്ട് അവിടെ വെൻഡിങ് മെഷീൻ ഒന്നുമില്ല. ആ എന്താണ് അവിടുത്തെ ആളുകൾക്ക് അതിൽ നിന്ന് സാധനങ്ങൾ എടുക്കാം, പൈസ അവിടെ ഉള്ള ബോക്സിൽ വെക്കാം. പക്ഷേ പറയാ ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു, ആരും ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടേ ഇല്ല. ഓക്കെ, അപ്പോൾ ഫ്രഷ് സാധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൂളർ വെച്ചത് അവിടെ. ഇറ്റ് വാസ് എ വെരി ഗ്രേറ്റ് സക്സസ് എന്നാണ് PC മുസ്തഫ പറയുന്നത്. ഇന്നോവേറ്റീവ് പ്രൊഡക്ട്സ്.
ID Fresh Food disrupted traditional Indian food with innovative offerings. വട മേക്കറൊക്കെ ഉണ്ടാക്കിയത് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ കൈ പൊള്ളാതെ നടുവിലൊരു ഓട്ടയുള്ള വട ഉണ്ടാക്കാം അല്ലേ എന്നൊക്കെ വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് ആ വട മേക്കർ ഉണ്ടാക്കിയത്. Then quality focus. Mustafa stressed the non-negotiable importance of quality. Quality ഏറ്റവും നല്ല ക്വാളിറ്റി ഉണ്ടായിരിക്കണം ID ഫ്രഷ് ഫുഡിനെന്ന് അവർക്ക് നിർബന്ധമായിരുന്നു. കസ്റ്റമർ അതുകൊണ്ടാണ് അവർ ആ കൂളറൊക്കെ വെച്ചത്. അല്ലെങ്കിൽ അവർക്ക് പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർക്കായിരുന്നു അല്ലേ, അത് കൂടുതൽ കാലം നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നും ചെയ്തില്ല. They provided cooler for each and every apartment. Customer centric approach. He highlighted the significance of customer satisfaction. അല്ലേ, കസ്റ്റമേഴ്സിനെ കയ്യിലെടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം മാജിക് പോലെ നടക്കുന്നു നമ്മുടെ PC മുസ്തഫയ്ക്ക് അറിയായിരുന്നു. Social responsibility. Mustafa discussed ID Fresh Foods commitment to social impact. അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇവരുടെ ഒരു പ്രാവശ്യം ഇവർ സ്ട്രഗിൾ ചെയ്യണം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ആ സമയത്ത് ദർ ഇസ് their factory or their company was in ബാംഗ്ലൂർ. ബാംഗ്ലൂരിലെ എക്സ്പെൻസ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ തുടക്കക്കാർക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായൊരു ഇൻസിഡൻറ്റ് പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്നപ്പോഴാണ് ഇവരൊരു ചില്ലി പൗഡറൊക്കെ ചേർത്തൊരു ഡയമണ്ട് കട്ട് അല്ലേ, ഡയമണ്ട് ആകൃതിയിൽ കട്ട് ചെയ്തൊരു സ്നാക്സ് ഇവരുടെ ഭയങ്കര വിറ്റഴിയുന്ന ഒരു ഐറ്റം ആയിരുന്നു. ആൻഡ് ദേ ഗോട്ട് ഹ്യൂജ് ഓർഡർ ഫ്രം ദ താജ് ഹോട്ടൽ അല്ലേ. താജ് എന്ന് പറഞ്ഞു വെച്ചാൽ നമ്പർ 1 ഹോട്ടൽ ഇൻ ഇന്ത്യ. അപ്പോൾ അവർക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഓർഡർ കിട്ടി. അപ്പോൾ അവർ അറ്റ് ഫസ്റ്റ് ദേ ബിക്കെയിം ഹാപ്പി അല്ല, എത്രയും കൂടുതൽ കച്ചവടം കിട്ടുക, അതും ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ എന്ന് പറഞ്ഞു വെച്ചാൽ അവരെ സംബന്ധിച്ചത് വളരെ വലിയ കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഭയങ്കര ഹാപ്പിയായി. പക്ഷെ വാട്ട് ഹാപ്പൻഡ് അല്ലേ, ഇവർ ചോദിച്ചു ഇത് എന്തിനാണെന്ന്. അപ്പോൾ ദേ ആർ യൂസിങ് ഇറ്റ് ആസ് ബാർ സ്നാക്സ്, ലിക്കറിൻ്റെ കൂടെ കഴിക്കാനുള്ളൊരു സ്നാക്സ് ആയിട്ടാണ് അവരിതിനെ വാങ്ങുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മുസ്തഫയ്ക്ക് ആദ്യം അത് ഇഷ്ടമായില്ല. ആദ്യം നല്ല മുസ്തഫയ്ക്ക് ഇഷ്ടമായില്ല. കാരണം ദേ ഡു നോട്ട് പ്രൊമോട്ട് ലിക്കർ സെല്ലിങ്. ഒരിക്കലും ലിക്കർ ഒരിക്കലും നമ്മൾ വിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ മതപരമായിട്ടുള്ള അഭിപ്രായം. അതുകൊണ്ട് തന്നെ അവരത് ആ ഓർഡർ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരിക്കലും ഒരു ആൽക്കഹോൾ കൺസംഷൻ നമ്മൾ ഇൻക്രീസ് ചെയ്യില്ല എന്നുള്ളതാണ് PC മുസ്തഫ പറയുന്നത്. അതാണ് അത്രയും വലിയൊരു ഓർഡർ ഉണ്ടായിട്ട് അവർ ക്യാൻസൽ ചെയ്തത്. Then employment opportunities. The company provides job and supports local farmers. അല്ലേ, അരി, ഉഴുന്ന്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ വേണം, ഉലുവ, കുറേ സാധനങ്ങൾ വേണം ഫോർ പ്രിപ്പയറിങ് ദിസ് ബാറ്റർ, ഇഡ്ലി ആൻഡ് ദോശ ബാറ്റർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫാമേഴ്സിനെ, ലോക്കൽ ഫാമേഴ്സിനെയാണ് അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കച്ചവടം അല്ലെങ്കിൽ അവരുടെ കൃഷി പുരോഗമിപ്പിക്കുക അല്ലെങ്കിൽ അവരെ അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ. സ്കെയിലിംഗ് ചലഞ്ചസ്. മുസ്തഫ ഷെയ്ഡ് ലേൺഡ് ഫ്രം സ്കെയിലിംഗ് ഹിസ് ബിസിനസ്. അപ്പോൾ എങ്ങനെ ബിസിനസ് ഉയർത്തിക്കൊണ്ടുപോകാം, അതിലൊരുപാട് ചലഞ്ചുകൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിലല്ല അവർ ID ഫ്രഷ് ഫുഡ് എന്നുള്ള ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ. ഇൻസ്പയറിംഗ് ഓൺടർപ്രണർഷിപ്പ്. ഹി എൻകറേജ്ഡ് ദി ഓഡിയൻസ് ടു പെർസ്യൂ ദെയർ പാഷൻസ്. വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്. എന്താണ്, ഹാർവാർഡിലാണ്, ഹാർവാർഡ് ഈസ് ഇൻ ദി US റൈറ്റ്. അപ്പോൾ ആ സമയത്ത് പറയുന്നുണ്ട്, if you want to do business, return to India because India is very good for business അല്ലേ. അപ്പോൾ ബിസിനസ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിലേക്ക് വരാൻ പറയുന്നുണ്ട്. ദെൻ ഇൻറ്ററാക്റ്റീവ് സെഷൻ കഴിഞ്ഞിട്ട് കുറച്ച് പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതിന് ഹി ഈസ് ആൻസറിങ് വെരി പ്രോംപ്റ്റ്ലി ഓർ വെരി ബ്രില്യൻ്റ്ലി. ഇമ്പോർട്ടൻസ് ഓഫ് പാഷൻ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറയുന്നത്, മുസ്തഫ എംഫസൈസ്ഡ് പാഷൻ ആസ് എ ഡ്രൈവിംഗ് ഫോഴ്സ് ഫോർ ഓൺടർപ്രണർഷിപ്പ്. ഇഫ് യു വോണ്ട് ടു ബിക്കം ആൻ ഓൺടർപ്രണർ ഓർ എ ബിസിനസ് മാൻ, ആദ്യം നിങ്ങൾക്ക് പാഷൻ ഉണ്ടാവണം. ഇന്നോവേഷൻ ആൻഡ് റിസ്ക് ടേക്കിംഗ്. ഹി എൻകറേജ്ഡ് അറ്റൻഡീസ് ടു ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക് ആൻഡ് ഇന്നോവേറ്റ് അല്ലേ. കുറേ കാര്യങ്ങൾ നമ്മൾ റിസ്ക് എടുക്കണം, അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണം, എന്നാലൊക്കെയാണ് ബിസിനസ്സിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. Quality and customer focus. Our main focus should be the customer and the quality. Mustafa reiterated the significance of quality and customer satisfaction. അല്ലേ, അതായത് നല്ല ക്വാളിറ്റി ഉണ്ടായാൽ കസ്റ്റമർ വിൽ ബി സാറ്റിസ്ഫൈഡ്, വീണ്ടും അവർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങും. Then social impact. He discussed ID Fresh Foods commitment to social responsibility and sustainability. നമ്മൾ നേരത്തെ പറഞ്ഞു
as an entrepreneur, as a businessman, he is very social responsible person. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ അതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. Then entrepreneurial mindset. Mustafa shared his approach to overcoming challenges and adapting to change. നമുക്കറിയാം ഒരു MNC മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടിയ ആളാണ് മുസ്തഫ ആഫ്റ്റർ ഹിസ് എഞ്ചിനീയറിംഗ് ഡിഗ്രി. അപ്പോൾ ആദ്യത്തെ ശമ്പളം കണ്ടപ്പോൾ അയാളുടെ വാപ്പ പൊട്ടിക്കരഞ്ഞു പോയി എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പൈസ അയാളുടെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ പക്ഷേ അത് റിസൈൻ ചെയ്ത് ഇങ്ങനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ചലഞ്ചിങ് ആൻഡ് ഇറ്റ്സ് ഓൾസോ വെരി പാഷൻ ഡ്രൈവിങ് അല്ലേ, പാഷൻ ഡ്രിവൺ ആണ്. അതായത് പാഷൻ കൊണ്ടാണ് അയാൾ അങ്ങനെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് പോയത്. മാത്രമല്ല എന്താണ്, അത് കുറച്ചും കൂടെ ധൈര്യം, അതിന് കുറച്ച് കറേജ് വേണം അല്ലേ, വിൽ പവർ വേണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഹി ഹാസ് ബിക്കം എ സക്സസ്ഫുൾ ബിസിനസ്മാൻ ആയത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് PC മുസ്തഫ പറയുന്നത്. നിങ്ങൾ ആ സ്പീച്ച് കേൾക്കണേ. ഇറ്റ്സ് എ വെരി ഗുഡ് സ്പീച്ച്. ടെക്സ്റ്റിൻ്റെ ബാക്കിൽ ഒരു കോൺവെർസേഷൻ ഉണ്ട്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ കോൺവെർസേഷൻ, ഒരു ആഡാണ്. നിങ്ങൾ ഒരു സ്പീച്ച് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റിൽ ആഡ് ഉണ്ട്. ഓക്കെ, അത് കാണുക. അത് കഴിഞ്ഞിട്ട് അമിത് ത്രിപാഠിയാണ് അവിടുത്തെ ആങ്കർ. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇയാളെ അപ്രീഷിയേറ്റ് ചെയ്യണമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. I write humor and social commentary based on Indian society masala. അനുജ ചൗഹാൻ. ഇപ്പോൾ അനുജ ചൗഹാനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും കേട്ടിട്ടില്ലെങ്കിലും അവരുടെ കുറേ ക്യാപ്ഷൻസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. യദിൽ മങ്കെ മോർ പെപ്സിക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ക്യാപ്ഷനാണ്. നത്തിങ് ഒഫീഷ്യൽ അബൌട്ട് ഇറ്റ്. നമ്മുടെ സച്ചിനും ഗാംഗുലിയും ഒക്കെ ഉള്ള സമയത്തുള്ള ഒരു ക്യാപ്ഷനാണത്. മേരാ നമ്പർ കബായേഗ വയേ ബബ്ലി അല്ലേ, ഇതൊക്കെ ഈ ക്യാപ്ഷൻസൊക്കെ ഉണ്ടാക്കിയ ആളാണ് നമ്മുടെ അനുജ ചൗഹാൻ. അപ്പോൾ നമുക്ക് അനുജ ചൗഹാനുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ ആണ് നമ്മൾ നോക്കുന്നത്. Anuja Chauhan transitioned from advertising to writing, driven by her passion for creativity and storytelling. നമുക്കറിയാം ആദ്യം അവരൊരു അഡ്വർടൈസിങ് കമ്പനിക്ക് വേണ്ടിയാണ് ജോലി ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവരൊരു റൈറ്ററായി. ഷി ഹാസ് പബ്ലിഷ്ഡ് മെനി ബുക്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ ഒരു രീതിയിലേക്ക് എത്തി എന്നുള്ളത് ചോദിക്കുന്നുണ്ട് ആദ്യം. Her inspiration comes from reading personal experiences and observations of Indian society. അപ്പം ഒരു റൈറ്റർ ആവാനുള്ള മെയിൻ കാരണം വായന തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസുകൾ, പിന്നെ ഇന്ത്യൻ സൊസൈറ്റി വളരെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തു. അപ്പോൾ ഒരു നല്ല ഒബ്സർവർക്കാണ് നല്ലൊരു റൈറ്റർ ആവാൻ പറ്റും. Chauhan's writing process involves constant mental filing of ideas which emerge when she starts writing. അല്ലേ, മെൻ്റൽ ഫയലിംഗ് ഐഡിയാസ് ഒരുപാട്. നമ്മളിപ്പോൾ നേരത്തെ സ്റ്റാർട്ടപ്പിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എഴുതണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഐഡിയകൾ വേണം അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ ഐഡിയകൾ ഉണ്ടായപ്പോഴാണ് ഷീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ്. ഷീ എയിംസ് ടു റൈറ്റ് 1000 words ഡെയിലി വെൻ വർക്കിംഗ് ഓൺ എ ബുക്ക് അല്ലേ. ഗ്രേറ്റ്. ഒരു ബുക്ക് എഴുതുന്ന സമയത്ത് ഒരു ദിവസം 1000 wordsലധികം എഴുതുമായിരുന്നു അല്ലേ, 2-3 പേജിലധികം എഴുതുമായിരുന്നു. ACP ഭവാനി സിംഗ് അവരുടെ വർക്കിൻ്റെ പേരാണ്. Her fictional character was inspired by her uncle and grandfather, both policemen. അപ്പോൾ അവരുടെയൊക്കെ ലൈഫ്, അവരൊക്കെ പോലീസ്മെൻ ആണ്. അവരുടെ ലൈഫ് നിന്നൊക്കെ ഇൻസ്പിറേഷൻ കിട്ടിയിട്ടാണ് ACP ഭവാനി സിംഗ് എന്നുള്ളൊരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയത്. Chauhan's work has been adapted into movies and OTT plays, including Club You to Death, starring Pankaj Tripathi. അപ്പോൾ അത് അവരുടെ ഒരു OTT പ്ലേ ആണ്, സീരീസാണ്. She coined the term rom-com, that is romance crime comedy, for her genre. Romance is there, crime is there, comedy is there, that is rom-com. Chauhan values humor, social commentary and Indian settings in her writing. അപ്പോൾ അവരുടെ കഥകളെല്ലാം ഇന്ത്യയിലുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യക്കാരെ പറ്റിയിട്ട് ഇന്ത്യൻ ഹ്യൂമർ അല്ലേ, ഒരു സോഷ്യൽ കമൻ്ററി ആയിട്ട് സൊസൈറ്റീനെ പറ്റിയിട്ടാണ് അവർ പറയുന്നത്. Her family supports her writing, but her children wouldn't let her write a parenting book. അല്ലേ, അപ്പം പറയുന്നുണ്ട് ഫാമിലി അല്ലേ, ഹസ്ബൻഡും എല്ലാവരും അതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്, കുട്ടികൾ ഒരിക്കലും ഒരു പാരൻറ്റിങ് ബുക്ക് എഴുതാൻ സമ്മതിക്കുന്നില്ല എന്ന് പറയും.
കാരണം കുട്ടികൾ പറയുന്നത് അതിൽ അനൂജ ചൗഹാൻ ഈസ് നോട്ട് അറ്റ് ഓൾ ആൻ എക്സ്പെർട്ട്, ഷീ ഈസ് നോട്ട് അറ്റ് ഓൾ എ ഗുഡ് പാരന്റ് എന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ബുക്ക് എഴുതണ്ടെന്ന് അവർ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് വളരെ രസകരമായിട്ട് അനൂജ ചൗഹാൻ പറയുന്നത്. ദെൻ Chauhan encourages readers to buy and read physical books, citing benefits for authors and personal retention of ideas. അപ്പോൾ പറയുന്നത് പേഴ്സണൽ ബുക്ക് വാങ്ങുക, അതായത് ഫിസിക്കൽ ബുക്ക്, അതായത് വെർച്വൽ ബുക്കോ PDF ഫോമാറ്റോ അല്ലാതെ ഒരു ബുക്ക് തന്നെ അല്ലേ, ഒരു തിങ്. ബുക്ക് എന്ന് പറഞ്ഞാൽ ബുക്ക് ടെക്സ്റ്റ് വാങ്ങുക, അത് വായിക്കുക, പിന്നെ ഓതേഴ്സിനോടൊക്കെ പേഴ്സണലി സംസാരിക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താണ്, നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും, ഓതേഴ്സിന് ഒരുപാട് ഐഡിയാസ് കിട്ടും. ദെൻ സം അഡീഷണൽ പോയിന്റ്സ്, കുറച്ച് കാര്യങ്ങളും കൂടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? അനുജ ചൗഹാൻസ് നെക്സ്റ്റ് പ്രൊജക്ട് ഈസ് അൺസെർട്ടൻ ബട്ട് മേ ഇൻക്ലൂഡ് അനദർ റൊമാൻസ് നോവൽ ഓർ ACP ഭവാനി ബുക്ക്. ACP ഭവാനി അവരുടെ ഒരു സ്ഥിരം പോലീസ് ക്യാരക്ടറാണ്. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ബുക്ക് ഉടനെ വരും എന്നാണ് അവർ പറയുന്നത്. ഷീ എൻജോയ്സ് വാച്ചിങ് റീൽസ് ആൻഡ് വീഡിയോസ് ബട്ട് ബിലീവ്സ് ഗുഡ് സ്റ്റോറീസ് വിൽ ഫൈൻഡ് റീഡർഷിപ്പ്. ഇപ്പം വീഡിയോസും റീൽസും ഒക്കെ കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയും വായന മരിച്ചു, കാരണം എല്ലാവരും യൂട്യൂബിൻ്റെ പിന്നാലെയാണ്, എല്ലാവർക്കും മൂവി മതി. പക്ഷേ എന്നാലും നമ്മുടെ അനുജ ചൗഹാൻ്റെ അഭിപ്രായത്തിൽ വായന മരിച്ചിട്ടൊന്നുമില്ല, ആളുകൾ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്, നല്ല ബുക്കുകൾ ആളുകൾ വായിക്കും എന്നുള്ളത് തന്നെയാണ് അനുജ ചൗഹാൻ പറയുന്നത്. ചൗഹാൻസ് ഫേവറേറ്റ് ഓതർ ഇൻക്ലൂഡ്സ് ജോർജറ്റ് ഹെയർ, മെഗ് കബോട്ട്, ജോസഫ് ഹെല്ലർ ആൻഡ് വിക്രം സേത്ത്. ഇവരൊക്കെയാണ് ഫേവറേറ്റ് ഓതേഴ്സ്. ഷീ റെക്കമെൻഡ്സ് ബുക്സ് ലൈക്ക് എ സ്യൂട്ടബിൾ ബോയ്, അനിമൽ ഫാം ആൻഡ് Catch 22 ഫോർ ഇന്ത്യൻ റീഡേഴ്സ്. ദീസ് ആർ വെരി ഫേമസ് ബുക്സ്. അനിമൽ ഫാം ഒക്കെ ജോർജ് ഓർവെല്ലിൻ്റെയാണ്. അത് വളരെ ഫേമസ് ബുക്കാണ്. ആക്ച്വലി ഇറ്റ് ഈസ് എ സെറ്റയർ ഓൺ ദി സൊസൈറ്റി ദെൻ ദി ഇംഗ്ലീഷ് സൊസൈറ്റി. അപ്പോൾ അതിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു ആക്ഷേപഹാസ്യമാണ്, അതായത് ആ സമയത്തുണ്ടായിരുന്ന ഇംഗ്ലീഷ് സൊസൈറ്റീനെ കളിയാക്കിയിട്ട്, എസ്പെഷ്യലി പൊളിറ്റിക്സ്. അപ്പോൾ അതൊക്കെ നല്ല ബുക്കാണ്, അതൊക്കെ വാങ്ങണം, വായിക്കണം എന്നൊക്കെയാണ് അനുജ ചൗഹാൻ പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് വായിച്ചു നോക്കുക, റിഗാർഡിങ് ഹെർ ലൈഫ് ആൻഡ് റിഗാർഡിങ് ഹെർ ഇൻ്റർവ്യൂ. വളരെ സിമ്പിൾ ലാംഗ്വേജിലാണ് അവർ ഇൻ്റർവ്യൂവറുമായിട്ട് ടോക്ക് ചെയ്യുന്നത്. കുറേ ഫേമസ് ബുക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. സോയ ഫാക്ടർ നിങ്ങൾക്ക് അറിയുണ്ടാവും, ദുൽഖറും സോനം കപൂറും ഒക്കെയാണ് അതിൽ അഭിനയിച്ചിട്ടുണ്ട്, ഫിലിം ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു അഡാപ്റ്റേഷൻ, അതായത് അവരുടെ ബുക്ക് അഡാപ്റ്റ് ചെയ്തിട്ടുള്ള മർഡർ മുബാറക് എന്ന് പറഞ്ഞിട്ടുള്ളത് അവരുടെ ക്ലബ് യു ടു ഡെത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക് ബേസ് ചെയ്തിട്ടാണ്. അപ്പം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു റൈറ്ററാണ് നവഡേയ്സ് അനുജ ചൗഹാൻ. The third chapter of the second module is Mutual Destruction. This is a story written by Dorthe Norius. Dorthe Norius ഒരു ഡാനിഷ് റൈറ്ററാണ്. അതുപോലെ ഡിസ്റ്റിങ്ക്റ്റീവ് സ്റ്റോറി ടെല്ലർ, അതായത് ഒരു വ്യത്യസ്ത രീതിയിലുള്ള കഥ പറയുന്ന രീതിയാണ്. ഈ സ്റ്റോറി തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഷീ ഈസ് ടെല്ലിങ് us about the story of two hunters, മോർട്ടൻ ആൻഡ് ഹെൻറിക്. അതിൽ മോർട്ടൻ്റെ വൈഫുണ്ട് ടിന, ഈ 3 ക്യാരക്ടേഴ്സാണ് ഇവിടെ വരുന്നത്. പിന്നെ സം ഡോഗ്സ്. ഇതിൽ ഹെൻറിക് ബിഗ് ഡോഗ്സിനെയാണ് ഇഷ്ടം. മോർട്ടൻ്റെ ഡോഗ്സ് എങ്ങനെയാണ്? ദേ ആർ വെരി സ്മോൾ ഡാഷൻസ് ഡോഗ്സ് അല്ലേ, അതായത് ചെറിയ ഡാഷ് വർഗത്തിൽപ്പെട്ട ചെറിയ ഡോഗ്സിനെയാണ് മോർട്ടന് ഇഷ്ടം. ബോത്ത് ആർ ഹണ്ടേഴ്സ്, സോ ദേ ആർ യൂസിങ് ദീസ് ഡോഗ്സ് ഫോർ ഹണ്ടിങ്. The story begins with the two hunters, Henrik and Morten, engaging in a peculiar and disturbing activity, shooting each other's dog. അപ്പോൾ ഇവർ രണ്ടുപേരും പരസ്പരം ഡോഗുകളെ വെടിവെച്ച് കൊല്ലുകയാണ്. കാരണം ഒരാളുടെ ഡോഗിനെ വെടിവെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ അയാളുടെ വിൽ പവറാണ്. അതായത് സ്വന്തം ഡോഗ് എന്ന് പറഞ്ഞു വെച്ചാൽ അത്രയും നമ്മുടെ കൂടെ നടക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ഉണ്ടാവുന്നതാണ്, അത്രയും നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നതാണ്. അതിനെ കൊല്ലുക എന്ന് പറയുന്നത് വെച്ചാൽ ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് വിൽ പവർ വേണം എന്നുള്ളതാണ്. അപ്പോൾ അതുണ്ടെന്ന് കാണിക്കാനാണ് ദേ ആർ ഷൂട്ടിങ് ദെയർ ഡോഗ്സ്. മോർട്ടൻസ് ട്രബിൾഡ് മാരേജ്, പിന്നെ അതാണ് പറയുന്നത്. ടിനയാണ് മോർട്ടൻ്റെ വൈഫ്. അപ്പോൾ ഹു ഹാസ് ഹൈ എക്സ്പെക്റ്റേഷൻസ് ഫോർ സോഷ്യൽ സ്റ്റാറ്റസ്, മെറ്റീരിയൽ പൊസഷൻസ് ആൻഡ് കൺട്രോൾ ഇൻ ദെയർ റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരു വൈഫ് എന്ന് പറഞ്ഞു വെച്ചാൽ ഭർത്താവിനെ കൺട്രോൾ ചെയ്യണം, അതുപോലെ തന്നെ കുറേ ഡിഗ്രി, ഡിപ്ലോമ, അങ്ങനത്തെ കുറേ കാര്യങ്ങളിലൊക്കെയാണ് അവർ വിശ്വസിച്ചിരുന്നത് ടിന.
പിന്നെ their status, that is Tina's fixation on diplomas, titles and pedigrees. ഇപ്പോൾ മോർട്ടൻ്റെ ഡാഷ്വൺസിനൊക്കെ അവർ പെഡിഗ്രി ഒക്കെ കൊടുത്തിരുന്നു, കാരണം in order to show that they are high-fi people. Reveals her deep-seated need for validation and social standing. അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു സൊസൈറ്റിയിൽ നല്ല സ്ഥാനം വേണം, നല്ല ഉയർന്ന ഒരു പൊസിഷൻ വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുപോലെ നല്ല എഡ്യൂക്കേറ്റഡ് ആവണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ദെൻ മോർട്ടൻസ് ഇൻസെക്യൂരിറ്റി ആൻഡ് ഫീലിങ്സ് ഓഫ് ഇനാഡിക്വസി. ഇപ്പോൾ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു തരത്തിലും മോർട്ടൻ്റെ ലൈഫ് എന്ന് പറഞ്ഞു വെച്ചാൽ ഓൾമോസ്റ്റ് എ കൈൻഡ് ഓഫ് സ്ട്രഗ്ലിംഗ് with feelings of inadequacy which were amplified by Tina's constant reminder of his shortcomings. ടിനയാണെങ്കിലോ എല്ലായ്പ്പോഴും ഇയാളുടെ കുറ്റങ്ങളും കുറവുകളും മാത്രമാണ് കണ്ടുപിടിച്ച് പറഞ്ഞിരുന്നത്. കോൺട്രാസ്റ്റിംഗ് റിലേഷൻഷിപ്സ്, ഫ്രണ്ട്ഷിപ്പ് ആൻഡ് മാരേജ് അല്ലേ. The narrative juxtaposes the friendship between Henrik and Morton with the troubled marriage of Morton and Tina, highlighting differences in power dynamics. അതുപോലെ ഇവിടെ ഫ്രണ്ട്ഷിപ്പ്, ഹെൻറിക്കും മോർട്ടനും തമ്മിൽ നല്ല ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ദറ്റ് ഈസ് മെയിൽ ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷേ ഇവരുടെ മോർട്ടൻ്റെ ലൈഫ്, അതായത് ടിനയായിട്ടുള്ള മാരേജിന് ശേഷമുള്ള ഹിസ് ലൈഫ് വാസ് നോട്ട് അറ്റ് ഓൾ സോ ഹാപ്പി. പവർ ഡൈനാമിക്സ്, മെയിൽ ഓറിയൻറ്റഡ് സൊസൈറ്റിയാണ്. ദാറ്റ് ഇസ് വൈ ദേ ആർ നോട്ട് അറ്റ് ഓൾ കെയറിങ് അബൌട്ട് ടിനാസ് ആംബിഷൻസ്. പക്ഷെ മോർട്ടൻ കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ബട്ട് ടിന ഡിമാൻഡഡ് മോർ. ദാറ്റ് ഇസ് ദ പ്രോബ്ലം. Tina's departure and true nature. Tina leaves Morton, exposing her inherent nature as the living kind, previously unrecognized by Morton. അപ്പം അവൾ എന്ത് ചെയ്യാണ്, മോർട്ടനെ വിട്ടു പോകുന്നുണ്ട്. അപ്പോൾ അവൾ അങ്ങനെ ഒരു ദ ലീവിങ് കൈൻഡ്, അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ ഇട്ടു പോണ സ്വഭാവമാണ് നമ്മുടെ ടിനയ്ക്ക്. അങ്ങനെ മോർട്ടനെ ഇട്ടു പോവുകയാണ്. Morton's perceived weakness. Tina's departure emphasizes Morton's perceived weaknesses, underscoring societal expectations of masculinity. അപ്പോൾ മോർട്ടന് തോന്നുകയാണ് ഇവള് മോർട്ടനെ ഉപേക്ഷിച്ച് പോയത് മോർട്ടന് മസ്കുലിനിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. ദർ ഇസ് എ ലോട്ട് ഓഫ് സൊസൈറ്റൽ നോംസ് ആർ ദെയർ. അതായത് പുരുഷൻ പൗരുഷം ഇല്ലാത്തതുകൊണ്ടാണ് അവനെ ഇട്ടു പോയത്. അപ്പോൾ അവൾ ഇട്ടു പോയത് കൊണ്ട് തന്നെ അവനൊന്നും അല്ലാത്തവനായി മാറി എന്നുള്ള രീതിയിലുള്ള ചിന്തകളൊക്കെയാണ് വരുന്നത്. അത് അവളോട് ഇഷ്ടം കൊണ്ടല്ല, നേരെ മറിച്ച് സൊസൈറ്റിക്ക് എന്ത് തോന്നുന്നത് ചിന്തിക്കുന്നതുകൊണ്ട്. ഡോഗ് ഡിസ്ട്രക്ഷൻ ഈസ് എ സിംബോളിസം. ദ കില്ലിംഗ് ഓഫ് ഡോഗ് സിംബലൈസസ് ദ ഡിസ്ട്രക്റ്റീവ് ഫോഴ്സസ് വിത്തിൻ ഹ്യൂമൻ റിലേഷൻഷിപ്സ്, മിററിംഗ് ദി ഇമോഷണൽ ഡാമേജ് ഇൻഫ്ലിക്റ്റഡ് ബൈ ടിന ഓൺ മോർട്ടൻ. അപ്പോൾ ഈ ടിന മോർട്ടനെ ഇട്ട് പോയതിനുള്ള ആ ഒരു എന്താ ഫ്രസ്ട്രേഷൻ തീർക്കാനാണ് ആക്ച്വലി ഹി ഈസ് കില്ലിംഗ് ഡോഗ്സ്. അപ്പോൾ എന്താണ്, അതൊരു ഡിസ്ട്രക്റ്റീവ് നേച്ചർ ഓഫ് ഹ്യൂമൻ ആണ് കാണിക്കുന്നത്. അതായത് ഡോഗ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പോയി കഴിഞ്ഞാൽ, അതായത് ടിന പോയത് കൊണ്ട് ഇയാൾ ഒന്നും അല്ലാന്ന് അയാൾക്ക് തോന്നി. അതുകൊണ്ട് എന്താണ്, ഹി ഈസ് കില്ലിംഗ് ഹിസ് ഡോഗ്സ്. അതായത് സ്വന്തം ഡോഗിനെ കൊല്ലാൻ നമുക്ക് നല്ല കഴിവ് വേണം. സോ ഹി ഈസ് ഏബിൾ എന്ന് തെളിയിക്കാൻ, സ്വയം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. Exploration of themes. The story delves into themes of power struggles in relationships. That is men-women relationship. That is male-female relationship. ടിനയും മോർട്ടനും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇൻസെക്യൂരിറ്റി ആൻഡ് വൾണറബിലിറ്റി അല്ലേ, സൊസൈറ്റൽ സ്റ്റാറ്റസ്. അതായത് ടിനയ്ക്ക് സൊസൈറ്റൽ സ്റ്റാറ്റസ് പറഞ്ഞ എഡ്യൂക്കേഷൻ ആയിരുന്നു, ഒരുപാട് ഡിഗ്രികളായിരുന്നു. ബട്ട് മോർട്ടൻ വാസ് നോട്ട് അറ്റ് ഓൾ ദാറ്റ് കൈൻഡ്. ടോക്സിക് ഡൈനാമിക്സ് ഇൻ മാരേജ് ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. അതുപോലെ തന്നെ ചില പെർസെപ്ഷൻസ്, രണ്ടുപേരുടെയും പെർസെപ്ഷൻസും കാഴ്ചപ്പാടുകളും തമ്മിലുള്ള ഡിഫറൻസുകൾ, അത് മറ്റൊരാൾക്ക് ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ചൂഷണപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓഥോറിയൽ സ്റ്റൈൽ ആൻഡ് ഇമ്പാക്റ്റ്. Dorothy Nor's concise, potent prose style intensifies the emotional impact of the narrative, inviting readers to reflect on the complexities of human relationships. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൺസൈസ് പറഞ്ഞു വെച്ചാൽ ചെറുതായിട്ട് പറഞ്ഞ ചുരുക്കത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. ദർ ഇസ് നിയർലി 2 pages അത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ അത് ഇമോഷൻസ് കൂട്ടുന്നുണ്ട്. അതായത് വളരെ കുറഞ്ഞ വേർഡ്സ് കൊണ്ട് കൂടുതൽ ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ നമ്മുടെ ഓഥർക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഹ്യൂമൻ ലൈഫിൻ്റെ കോംപ്ലക്സിറ്റീസ് അല്ലേ, മാരീഡ് ലൈഫിൻ്റെ കോംപ്ലക്സിറ്റീസ്, അതുപോലെ തന്നെ എന്താണ് ഫ്രണ്ട്ഷിപ്പ് കോംപ്ലക്സിറ്റീസ്, ഹൗ ടു ഡീൽ വിത്ത് ഫ്രണ്ട്സ്, ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഈ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. ഇനി സ്റ്റോറി വായിച്ചു നോക്കൂ കേട്ടോ. സോ ഇവിടെ 2 മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്.
ഇനി ഇപ്പം തന്നെ 45 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്കി 2 മൊഡ്യൂൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ പറയാം. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് വെറുതെ വായിക്കല, കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് വായിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചെയ്യണം, എന്നാലാണ് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ, താങ്ക് യു, ബൈ.